ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇടുക്കിയിലാണുള്ളത്. ഇവിടെ ഭയങ്കര നല്ല ക്ലൈമറ്റ്. കുമ്പളി പോവാണ്. കുമ്പളിയിൽ കുറച്ച് ഞങ്ങളെ റിലേറ്റീവ്സ് ഉണ്ട്. നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത്. ഓക്കെ, ഇടുക്കി വന്നിട്ടുള്ള ഒരു സെക്കൻഡ് ഡേ ആണ്. എൻ്റെ റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ചെറുതായിട്ടൊരു മഴയും കാറ്റും തണുപ്പ് എത്തിയിട്ടുണ്ട്. മഴ ഇതാണ് സ്ഥലം. മഴ അങ്ങനെ ബസ്സും ഓട്ടോയൊക്കെ പിടിച്ച് വീടെത്തിയിട്ടുണ്ട്. കാണുന്നതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഈ വീടെന്ന് പറയുന്നത് അത് മലയാണ്. വലിയൊരു കാടും മലയൊക്കെയാണ്. ഇതിൻ്റെ സൈഡിലാണ് ഈ വീടുള്ളത്. ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് നോർമലി ഇടുക്കി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ക്ലൈമറ്റാണ് പ്രത്യേകത. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെയല്ല. സമാധാനപരമായിട്ടുള്ള മഞ്ഞ്, ഹരിതാപം, പച്ചപ്പ്. അങ്ങനെ പല്ല് കാണിച്ചിരിക്കില്ല കുഞ്ഞ്, കാരണം കുഞ്ഞിൻ്റെ ഫ്രണ്ടിലത്തെ 2 പല്ലില്ല അവിടെ. ഇവിടെ ഞാൻ കുറച്ച് കാഴ്ച കാണിച്ചു തരാം. ഇവിടെ ഈ വീടിൻ്റെ ഈ ഭാഗം ഫുള്ള് കാടാണ്. ആ കാടിൻ്റെ ഒരു സൈഡിലാണ് ഇവർ ഈ 2 സൈഡിലും ചെമ്പരത്തി കൊണ്ട് ഇങ്ങനെ വേലി കെട്ടി വെച്ചിട്ട് ഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര നാച്ചുറാലിറ്റിയാണ്. അതെ, ഈ കാണുന്ന ഈ ചെമ്പരത്തി വേലീൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്. അപ്പോൾ ഇത്രയും പറഞ്ഞില്ലേ മതിലില്ല, ഇവിടെ മതിലൊന്നും ഇല്ല. കണ്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാനൊക്കെ നല്ല വ്യൂ ആണ്. മതിലിന് പകരം ചെമ്പരത്തി വേലി മാത്രം. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് എനിക്കൊന്നൊരു കാട്ടിനകത്താണ്. ഒരു കാട്ടിനകത്തല്ല, കാടിൻ്റെ ഒരു ഇൻട്രോ തുടങ്ങുന്ന സ്ഥലത്താണ്. അടുത്തുള്ള സ്ഥലത്ത് താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അന്ന് വയനാട്ടിലെ സംഭവത്തിന് ശേഷം ഒരു പേടിയുണ്ട്. ഇവിടെ ശരിക്കും ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞുണ്ട്, വെയിലുണ്ട്, മഴയുണ്ട്, അങ്ങനെ എല്ലാം ഉള്ളൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ഭയങ്കര കാറ്റാണ്. മുടിയിട്ടിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഒരു 2 മണിയാവാൻ പോവാണ്. ഇപ്പോൾ ഒരു നല്ല തണുത്ത കാറ്റാണ്. നമ്മളെ നാട്ടിലൊന്നും ഇറങ്ങാൻ പറ്റൂല. ഇനി ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് രാത്രി വീടെത്തുന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി. അവിടെ നേരെ കോട്ടയിൽ നിന്ന് നേരെ തിരുവനന്തപുരം ബസ്സിൽ കയറിയത് മാത്രമേ ഉള്ളൂ. ഓർമ്മ എവിടെയും കണ്ടാൽ എത്തിയപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. ബസ്സിന് എന്തോ പറ്റി, രാത്രി 12 മണിക്ക് ബസ് എവിടെയും കണ്ടാൽ നിർത്തിയിട്ട് പിന്നെ വേറെ ബസ്സൊക്കെ വിളിച്ച് അതിലാണ് കയറ്റി വിട്ടത്. അപ്പോൾ അത്രയുള്ളൊരു ബൈ.